സോ അവരെ നമ്മുടെ എനർജി ഒന്ന് കാണിക്കണ്ടേ? സോ കൊച്ചി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് if you are here for this one man Tobino Thomas and his crew, can you all make some noise? ഇത് ചോദിച്ചതാണ്, സ്നേഹമല്ല. You deserve it. How is this experience? ഇവിടെ കൊച്ചിയുടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്ന ലുലു മോളിൽ വന്ന് നിന്ന് here for your movie, for your upcoming movie. എല്ലാ ആഴ്ചയും ഞാനിവിടെ വരാറുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ഹോം ഓവർ ഹിയർ. ഐ എം എ മോൾ ഗേൾ. സോ അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ചയും ഞാൻ ഒന്നുകിൽ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഇവരെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക, നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് വെരി സ്പെഷ്യൽ ഫീലിംഗ് ആണ്. Very happy. Yes, so thanks a lot for joining us. ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി കൊടുക്കാം for Divya Pillai. Very happy that you joined us this day. കയ്യടി കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരനുണ്ടാവില്ലേ, അതാണ് ബാലു. ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്, ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികർ വിശേഷം? ഹലോ, അടിപൊളി. എനിക്കറിയായിരുന്നു എടപ്പള്ളിയിൽ നമ്മുടെ ലുലു മോളൊരു പരിപാടി വെച്ച് ഞാൻ കലക്കുമെന്ന്. കാര്യം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും എൻ്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു 2 ദിവസമെങ്കിലും വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് ഒരു പരിപാടി നടത്താൻ പറ്റി. ജീജാൻ്റെ പടം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന നമ്മളൊരു കലക്കൻ സിനിമ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്ന് നിൽക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. ബേസിക്കലി ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആശയങ്ങളാണ്. എൻ്റെ വൈഫാണ് ഇങ്ങനൊരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം ഇതിനു മുമ്പ് വന്നത് മഞ്ജുമൽ ബോയ്സിനോടാണ്. അപ്പോൾ അഭിനയിച്ചു നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതിപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സിനിമയാണ്. ദിസ് ഇസ് മൈ ബേബി. ഇതിനെപ്പറ്റി ഒരുപാട് പൊക്കി പറയാനുമില്ല, എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല, വാക്കുകളുമില്ല. അനുഗ്രഹിക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്കിതിൻ്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സിനിമ സൗണ്ടില്ലേ എടുത്തു പിടിക്കണോ? സോറി വീണ്ടും. അപ്പോൾ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം.